Happy moments, timeless creations. Wedding collections from Kavita Gold and Diamonds. സാഹിത്യകാരി ശാലിനി മുരളിയുടെ കഥാസമാഹാര പ്രകാശനവും പ്രതിഭാ ആദരായണവും ചെർപ്പളശ്ശേരിയിൽ വെച്ച് നടന്നു. സാഹിത്യകാരൻ കെ വിഷ്ണുനാരായണൻ ചടങ്ങിന്റെ ഉദ്ഘാടനവും കഥാസമാഹാരത്തിന്റെ പ്രകാശനവും നിർവഹിച്ചു. കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ മലബാർ സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ബിജുമോൻ പന്തിരുകുലത്തിന് നൽകിയാണ് കഥാസമാഹാരത്തിന്റെ പ്രകാശനം നടന്നത്. ഒരു കവിത പിറക്കുന്നത് എക്കാലത്തും ഒരു കവിത പിറക്കുന്നത് ഒരു ചോദ്യം വരുമ്പോഴാണ്. ഒരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴാണ്. അതല്ലെങ്കിൽ ഒരു പ്രതിഷേധമാണ്. ഒരു ചോദ്യം ആദ്യം ചോദിച്ചത് ബ്രഹ്മാവാണ്. അദ്ദേഹം ചോദിച്ചു നാരദനോട്, ഈ ലോകത്ത് വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തി ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് ആരാണ്? തിരിച്ചൊന്നും ചോദിക്കരുത്, ബ്രഹ്മാവ് ഈ ലോകം നിറഞ്ഞിരിക്കുന്ന ആളോ, അദ്ദേഹം ഇത്രയധികം ചോദിക്കാൻ ഒരു പൊട്ടനാണോ എന്നൊന്നും ചോദിക്കരുത്. കഥയിൽ ചോദ്യമില്ല. അദ്ദേഹം നാരദനോട് ചോദിച്ചു എന്നാണ് സങ്കല്പം. കൊന്യസ്മിൻ സാമ്പ്രതം ലോകേ. ടി പി ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ ശിശുക്ഷേമ സൗഹൃദ പുരസ്കാരം നേടിയ കെ ആർ രവി, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭരണസമിതി അംഗം കെ എൻ കുട്ടി കടമ്പഴിപ്പുറം എന്നിവർ മുഖ്യാതിഥികളായി. കെ ബാലകൃഷ്ണൻ, ഡോക്ടർ കെ മൊയ്തീൻകുട്ടി, ദിനേശ് എഴുവന്തല, മണികണ്ഠൻ മാർക്കശ്ശേരി, സതീഷ് പനമണ്ണ, നരേൻ പുലാപ്പറ്റ, ശങ്കരൻകുട്ടി പുലാപ്പറ്റ, ഹസീന കൃഷ്ണപ്പടി, പ്രതിഭ മേനോൻ, അരിയൂർ രാമകൃഷ്ണൻ, സത്യനാരായണൻ കരുമാനംകുർശി, സൗമിനി സത്യൻ, MSc മറൈൻ ജിയോളജിയിൽ കുസാറ്റിൽ നിന്നും 1ാം റാങ്ക് നേടിയ കൃഷ്ണേന്ദു, ഗീത എസ് കുമാർ, മധു മിനർവ, ടി പി സായിനാഥൻ, നിത എഴുവന്തല എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. എൻ്റെ രണ്ടാമത്തെ കഥാപുസ്തകമാണ് പൈറ്റൊടി കൊക്കൻ എന്ന പേരിൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ആദ്യത്തേത് ഇരുപുറങ്ങൾ എന്ന പേരിൽ ഒരു കവിതാ സമാഹാരമായിരുന്നു. 20 കഥകളുടെ ഒരു ചെറുകഥാ സമാഹാരമാണ് ഈ പൈറ്റൊടി കൊക്കൻ. ഇതിൽ 19ാമത്തെ കഥയാണ് ഈ പേരിന് ഉടമയായിട്ടുള്ളത്. എന്ന് വെച്ചാൽ പൈറ്റൊടി കൊക്കൻ എന്നുള്ളത് ഒരു സാങ്കല്പിക പക്ഷിയുടെ പേരാണ്. അതിന് ഒരു അനുഭവ കഥയാണ് അതിലൂടെ വിവരിച്ചിരിക്കുന്നത്. എൻ്റെ അമ്മമ്മയുടെ ഒരു അനുഭവ കഥയാണ് പൈറ്റൊടിക്കൊക്കൻ എന്ന പേരിൽ ഞാനിപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. കഥകൾ ഏകദേശം ഒരു 6-7 വർഷങ്ങൾക്ക് മുൻപാണ് എഴുതി തുടങ്ങുന്നത്. അതിനു മുൻപ് ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ എഴുതിയിരുന്നുവെങ്കിലും ഇപ്പോഴാണ് കാര്യമായി സാഹിത്യ പ്രവർത്തനങ്ങളിൽ കൂടുതലായിട്ട് എഴുതി തുടങ്ങുന്നത്. അത് ഞങ്ങൾ സലാലയിലായിരിക്കുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ കൂടുതലധികം സമയം കിട്ടിയിരുന്നു ആ സമയത്ത്. അപ്പോഴാണ് കൂടുതലായിട്ട് എഴുതാൻ സാധിച്ചിരുന്നത്. ഇപ്പോൾ കുറച്ച് കുറവാണ് വായനയും മറ്റു കാര്യങ്ങളും എല്ലാം. എങ്കിലും കൂടുതലായിട്ട് എഴുതണം, വായിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് കൂടുതൽ പുസ്തകങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, സാഹിത്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. പുതിയ എഴുത്തുകാരിയാണ്. രണ്ടാമത്തെ പുസ്തകമാണ് അവർ പ്രസിദ്ധീകരിക്കുന്നത്. സ്ത്രീകളുടെ രചനകൾ പൊതുവെ കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ ശാലിനിയെ പോലെ എഴുത്തുകാരിക്ക് കൂടുതൽ എഴുതാൻ കഴിയട്ടെ. പ്രത്യേകിച്ചും സ്ത്രീകളുമായിട്ടുള്ള അവരുടെ അനുഭവങ്ങൾ കൂടുതൽ സംവേദനാത്മക ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. പുതിയ പുതിയ രചനകൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് മാത്രം ഞാൻ ഹൃദയം തുറന്ന് ആശംസിക്കുക.